Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന വാശിയേറിയ പരസ്യ പ്രചാരണത്തിന് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ വിരാമമായി. പയ്യന്നൂർ നഗരത്തെ ഇളക്കിമറിച്ച് LDFന്റെ ആവേശകരമായ കൊട്ടിക്കലാശം നടന്നു. ടി മധുസൂദനൻ, ബിജു കൃഷ്ണൻ, PK ശ്രീമതി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. നഗരങ്ങളും ഗ്രാമങ്ങളും ഒരുപോലെ ബന്ധിപ്പിക്കപ്പെട്ട പുതിയ ഗതാഗത സൗകര്യങ്ങൾ ജനജീവിതത്തെ എളുപ്പമാക്കി. കൊട്ടിക്കലാശവുമായി തുറന്ന വാഹനത്തിൽ LDF സ്ഥാനാർത്ഥിയെ ആനയിച്ചുകൊണ്ടുള്ള LDF പ്രചരണ ഘോഷയാത്ര പയ്യന്നൂരിൽ എത്തിയതോടെ പയ്യന്നൂർ നഗരം അക്ഷരാർത്ഥത്തിൽ പൂരപ്പറമ്പായി മാറി. ആധുനിക ഉപകരണങ്ങളും ചികിത്സയും സാധാരണക്കാരന് അനുഭവവേദ്യമായി മഹാമാരികളുടെ കാലത്ത് ലോകം ശ്രദ്ധിച്ച പൊതുജനാരോഗ്യ മാതൃക കേരളം കാട്ടി. വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ സ്കൂളുകൾ അഥവാ പൊതുവിദ്യാലയങ്ങളെ സ്മാർട്ട് ക്ലാസ് മുറികളാൽ ഹൈടെക്കായി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു. ഡിജിറ്റൽ പഠന സംവിധാനം വിദ്യാർത്ഥികൾക്ക് പുതിയ ലോകം തുറന്നു. സാമൂഹ്യ ഓൾ ഇന്ത്യ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ബിജു കൃഷ്ണൻ, PK ശ്രീമതി ടീച്ചർ എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. സിറ്റിംഗ് MLA എന്ന നിലയിൽ LDF സ്ഥാനാർത്ഥി TI മധുസൂദനൻ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് വോട്ട് തേടുന്നത്. ഭരണ തുടർച്ചയുടെ ആത്മവിശ്വാസമാണ് LDFൽ കാണാൻ സാധിച്ചത്. പെരുമ്പിയിൽ നിന്നും ആരംഭിച്ച പ്രചരണ ഘോഷയാത്ര 6 മണിയോടെ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഒരു മാസം നീണ്ട പ്രചരണ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. പയ്യന്നൂരിൽ UDF നേതൃത്വത്തിൽ കൊട്ടിക്കലാശം. പെരുമ്പയിൽ നിന്ന് ആരംഭിച്ച പ്രചരണ ഘോഷയാത്ര പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്.
പയ്യന്നൂരിൽ UDF നേതൃത്വത്തിൽ പ്രചരണ കൊട്ടിക്കലാശം നടന്നു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. UDF പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി P. കുഞ്ഞികൃഷ്ണനെയും ആനയിച്ച് പെരുമ്പയിൽ നിന്നുള്ള പ്രചരണ ഘോഷയാത്ര പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. K. ജയരാജ്, KT സഹദുള്ള, AP നാരായണൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. CPIM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട V. കുഞ്ഞികൃഷ്ണനെ സ്വതന്ത്രനായി നിർത്തി പിന്തുണയ്ക്കുന്നതിലൂടെ പയ്യന്നൂരിൽ അട്ടിമറി വിജയമാണ് UDF ലക്ഷ്യമിടുന്നത്. ആരോപണ പ്രത്യാരോപണങ്ങൾ മുറുകിയ പ്രചരണത്തിനൊടുവിൽ നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കുന്ന സ്ഥാനാർത്ഥികൾ ഇനി വോട്ടർമാരെ നേരിൽ കണ്ട് അവസാനവട്ട വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആവേശം പകർന്ന് പഴയങ്ങാടിയിൽ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം. കനത്ത പോലീസ് സുരക്ഷയിലാണ് പഴയങ്ങാടിയിൽ കൊട്ടിക്കലാശം നടന്നത്. കൊടിത്തോരണങ്ങളും ബാൻഡ് മേളങ്ങളും അനൗൺസ്മെന്റ് വാഹനങ്ങളും കൊട്ടിക്കലാശത്തിന് കൊഴുപ്പേകി. പഴയങ്ങാടിയിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ LDF-ഉം UDF-ഉമാണ് എത്തിയത്. പഴയങ്ങാടി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് LDF-ന് സ്ഥാനം അനുവദിച്ചത്. പഴയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് UDF-നും സ്ഥലം അനുവദിച്ചു. പോലീസിന്റെ കർശന നിർദ്ദേശം പാലിച്ചുകൊണ്ടായിരുന്നു കൊട്ടിക്കലാശം നടന്നത്. LDF പ്രവർത്തകർ എരിപുരത്ത് നിന്ന് പ്രകടനമായാണ് പഴയങ്ങാടിയിലെത്തിയത്. കൊടിതോരണങ്ങളും ബാൻഡ് മേളങ്ങളും അനൗൺസ്മെന്റ് വാഹനങ്ങളും കൊട്ടിക്കലാശത്തിന് കൊഴുപ്പേകി. LDF സ്ഥാനാർത്ഥി M. വിജിൻ കൊട്ടിക്കലാശത്തിന് നേതൃത്വം നൽകി. UDF-ന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു കൊട്ടിക്കലാശം നടന്നത്. കൊടിതോരണങ്ങളുമായി പ്രവർത്തകർ ഏറെ ആവേശത്തോടെയാണ് പങ്കെടുത്തത്. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി നേതൃത്വം നൽകി. പോലീസിന്റെയും കേന്ദ്രസേനയുടെയും കനത്ത സുരക്ഷ പഴയങ്ങാടിയിൽ ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഉത്സവഛായ പകരുന്ന ആവേശപൂരമായി തൃക്കരിപ്പൂരിൽ കൊട്ടിക്കലാശം. നിയോജക മണ്ഡലം ആസ്ഥാനമായ തൃക്കരിപ്പൂരിൽ മുന്നണി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വർദ്ധിത വീര്യത്തോടെയാണ് ആടിത്തിമിർത്തത്. തന്റെ ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിച്ച് പ്രിയപ്പെട്ട സന്ദീപ് പ്രിയമുള്ളവരെ കടന്നു വരികയാണ്. ശബ്ദപ്രചരണത്തിന്റെ അവസാന മണിക്കൂർ തൃക്കരിപ്പൂരിലും പരിസര പ്രദേശങ്ങളിലും പ്രചരണ വാഹനങ്ങൾ ശബ്ദഘോഷവുമായി തലങ്ങും വിലങ്ങും പാഞ്ഞു. ബസ് സ്റ്റാൻഡിനകത്ത് UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ റോഡ് ഷോയും കാത്ത് ആയിരങ്ങൾ തടിച്ചുകൂടി. വടക്കേക്കോവൽ റോഡിലൂടെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, DCC പ്രസിഡന്റ് PK ഫൈസൽ, നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ AGC ബഷീർ, KK രാജേന്ദ്രൻ എന്നിവർക്കൊപ്പം സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ റോഡ് ഷോ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കെത്തി. വാദ്യമേളങ്ങളും പൂത്തിരിയും പടക്കങ്ങളും മുദ്രാവാക്യം വിളികളുമായി നൂറുകണക്കിന് UDF പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ വരവേറ്റു. സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ പാട്ടിനൊത്ത് നൃത്തം ചവിട്ടിയത് UDF പ്രവർത്തകർക്ക് ആവേശമായി.
LDF കലാശക്കൊട്ടിനായി പോലീസ് അനുവദിച്ച പ്രധാന റോഡിൽ ആദ്യം ബൈക്ക് റാലിയും ചെങ്കടികൾ വീശി പിന്നാലെ LDF പ്രവർത്തകരുടെ പ്രകടനവും എത്തി. ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ച് നൂറുകണക്കിന് പ്രവർത്തകർ ബാൻഡ് വാദ്യത്തിനൊപ്പം നൃത്തം ചവിട്ടി. സമാപനത്തിന് 15 മിനിറ്റ് മുൻപ് LDF സ്ഥാനാർത്ഥി VP മുസ്തഫ എത്തിയത് പ്രവർത്തകരെ ആവേശം കൊള്ളിച്ചു. LDF നേതാക്കളായ E. കുഞ്ഞിരാമൻ, PV തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാജ തിരിച്ചറിയൽ കാർഡ് ആരോപണം. പയ്യന്നൂരിലെ UDF സ്ഥാനാർത്ഥി ജനങ്ങളെ ആക്ഷേപിക്കുകയാണെന്ന് LDF സ്ഥാനാർത്ഥി TI മധുസൂദനൻ. ഓരോ ദിവസവും V. കുഞ്ഞികൃഷ്ണൻ വ്യാജരേഖയുണ്ടാക്കി പുറത്തുവിടുകയാണെന്ന് PK ശ്രീമതി ടീച്ചർ. ചൊവ്വാഴ്ച പയ്യന്നൂർ AKG സെന്ററിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിലാണ് നേതാക്കളുടെ പ്രതികരണം. എന്തിനാ പയ്യന്നൂരിൽ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? അത് ഞങ്ങൾ മാത്രം ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്, പയ്യന്നൂരിലെ വോട്ടർമാർ മുഴുവനും ആക്ഷേപിക്കുന്നല്ലേ. ഈ നാടിനെ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല. എന്ത് വ്യാജക്കാട് എന്നാണ് പറയുന്നത്? ഞങ്ങൾക്കിതാണോ പണി? ഞങ്ങളല്ലേ നിങ്ങളുടെ മുമ്പിൽ തന്നെയല്ലേ ഈ നാട്ടിലെ ജനങ്ങളുടെ ഈ തെരുവുകളിൽ, ഈ വയലുകളിൽ, ഈ വയൽവരമ്പുകളിൽ, ഓരോ വീടുകളിലൊക്കെയല്ലേ ഞങ്ങളുടെ പ്രവർത്തകർ. 10,000-കണക്കിന് ആളുകൾ രാവും പകലും പണിയെടുത്തിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുമ്പോൾ ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാജക്കാട്? ഞങ്ങൾക്ക് അതിനെപ്പറ്റി പരിചയം പോലുമില്ല. പരിചയമുള്ളവരത് പറയുന്നുണ്ട്. ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആരൊക്കെയാണ് വ്യാജക്കാട് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് പോലും വ്യാജക്കാട് രൂപപ്പെടുത്തിയെടുത്തത് എന്നുള്ളതൊക്കെ കേരളത്തിന് അറിയാവുന്നൊരു കാര്യമല്ലേ. അതുകൊണ്ട് തികച്ചും ബാലിശമായ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിതിൽ യാതൊരു താല്പര്യമില്ല. ഇങ്ങനൊരു കാര്യത്തിൽ ഞങ്ങൾ ശരിയായ രീതിയിൽ ജനങ്ങളിൽ ഏറ്റവും വലിയ കോടതി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പയ്യന്നൂർ അങ്ങനെ ഒരു ശീലവുമില്ല. അത് ഞാൻ അടിവരയിട്ടിട്ട് പറയുകയാണ്, പയ്യന്നൂരിൽ ഇങ്ങനെയൊരു ശീലമേ ഇല്ല. പിന്നെ ഈ പറയുന്ന ആൾക്കൊക്കെ എന്ത് തിരഞ്ഞെടുപ്പ് പരിചയമാണ്, എന്താണ് അദ്ദേഹമൊക്കെ നടത്തിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നൊക്കെ ഒന്ന് സ്വയം വെരിഫൈ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഉത്തരം അതിൽ തന്നെ കിട്ടും. ഒന്നും പറയാനില്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ കൊഞ്ഞനെ കുത്തിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ജനങ്ങൾ നിൽക്കുകയല്ലേ നമ്മുടെ മുമ്പിൽ, അവരല്ലേ വോട്ട് ചെയ്യുന്നത്. അവർ വോട്ട് ചെയ്ത് ഇടതുപക്ഷത്തിന് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വിജയം നൽകുന്നുള്ളതിൽ നിങ്ങൾക്കും ആർക്കും സംശയമില്ല, ഞങ്ങൾക്ക് സംശയമില്ല, ഈ നാടിനൊരു സംശയമില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽക്ക് ഈ നിമിഷം വരെയും ഓരോ ദിവസവും അതിന് വേണ്ടുന്ന ചില കള്ളക്കഥകൾ മെനയുക, എന്നിട്ട് പറഞ്ഞു തന്നെ വീണ്ടും ആവർത്തിക്കുക, വീണ്ടും ആവർത്തിക്കുക, എന്നിട്ട് ഇല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും തരത്തിൽ നുണ ഉണ്ടാക്കുക, തലേ ദിവസം ഉണ്ടാക്കുക, എന്നിട്ട് പിറ്റേ ദിവസം പറയുക. ഇങ്ങനെ ഈ പയ്യന്നൂരിലെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി മധുവിനെതിരെ പയ്യന്നൂരിലെ ഓരോ കുട്ടിക്കും അറിയാവുന്ന ആളല്ലേ മധു. ഈ പാർട്ടിയിലെ നേതാക്കന്മാരെല്ലാം തന്നെ ഇതിനെ സംബന്ധിച്ചൊരു തീരുമാനം എടുത്ത് അറിയിച്ചിട്ടും ഇതെല്ലാം കൃത്രിമ രേഖ ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ഓരോന്ന് ഇതിപ്പം ഒരു ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇതുപോലത്തെ കുറേ കണക്കൊക്കെ എഴുതിയിട്ടുണ്ടാക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ട്. ഓരോ ദിവസം ആർക്ക് മനസ്സിലാവും? ഇതെല്ലാം ഓരോന്നിങ്ങനെ എഴുതിയിട്ടുണ്ടാക്കുമ്പോൾ എന്തോ രേഖ, ഏത് രേഖ? ഇത്തരത്തിലുള്ള വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് ചമച്ചുണ്ടാക്കി എന്നിട്ട് ഓരോ ദിവസവും പത്രക്കാർക്ക് കൊടുക്കുക. ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല എന്നാണ് ഉദ്ദേശിച്ചത്. പയ്യന്നൂരിൽ LDF തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തുന്നുവെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും UDF പിന്തുണയോടെ മത്സരിക്കുന്ന V. കുഞ്ഞികൃഷ്ണൻ. CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും ചൊവ്വാഴ്ച വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ടു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം LDFന്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുള്ളതും മാധ്യമങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്. വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കി നാട്ടിലില്ലാത്തവരുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ്
അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഞാനിപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താകാൻ തന്നെ കാരണം പാർട്ടിക്കകത്ത് നടക്കുന്ന അഴിമതിയും അതുപോലെ തന്നെ മാഫിയ ബന്ധവും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ച് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തിട്ടുള്ളതുമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തെളിവ്, നേരത്തെ ചില തെളിവുകളെല്ലാം നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഒരു തെളിവ് കൂടി ഇന്ന് ഹാജരാക്കാം എന്ന നിലയിലാണ് നിങ്ങളെ വിളിച്ചിട്ടുള്ളത്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്കുകൾ പരിശോധിക്കുന്നതിന് ഓഡിറ്റർമാരെ ചുമതലപ്പെടുത്തുകയുണ്ടായി. അവർ കണക്ക് പരിശോധിച്ച് പാർട്ടിക്ക് നൽകിയ ഓഡിറ്റ് റിപ്പോർട്ടാണിത്. ഇതിൽ അവസാനം എല്ലാവരും 3 ഓഡിറ്റർമാരും ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്റർമാർ പറയുന്നത് പഴയ വൗച്ചറുകൾ ലഭിക്കാതെ ഈ കണക്ക് കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടൊരു വരവ് ചെലവ് കണക്ക് അന്തിമമായി അവതരിപ്പിക്കുന്നത് വരെ വരവ് ചെലവ് കണക്കുകളും വൗച്ചറുകളും സൂക്ഷിക്കുക എന്നത് അതിൻ്റെ ഉത്തരവാദപ്പെട്ടവരുടെ ചുമതലയാണ്. അത് ഈ കാര്യത്തിൽ നിർവഹിച്ചിട്ടില്ല എന്ന് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഓഡിറ്റർമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ നടത്തിയാണ് LDF സ്ഥാനാർത്ഥിക്കായി വോട്ട് തേടുന്നതെന്ന് M രാജഗോപാലൻ MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുറച്ച് വോട്ട് പിടിക്കാൻ UDF കള്ളപ്രചരണങ്ങൾ നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 2500-ൽ പരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടത്തിയത്. സംസ്ഥാന ബജറ്റ്, കിഫ്ബി, നബാർഡ്, CRIF, PMGSY, കാസർഗോഡ് പാക്കേജ്, തീരദേശ ഗ്രാമീണ വികസന ഫണ്ടുകൾ, MLA ഫണ്ട് എന്നിവയിലൂടെയാണ് വികസന പ്രവർത്തനങ്ങൾക്കുള്ള തുക കണ്ടെത്തിയിട്ടുള്ളതെന്ന് M രാജഗോപാലൻ MLA ചെറുവത്തൂരിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു. 32 പാലങ്ങൾക്കായി 564 കോടി രൂപയാണ് ലഭിച്ചത്. 176 കോടി രൂപ വിനിയോഗിച്ച് 13 പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. 86 കോടി രൂപ ഉപയോഗിച്ച് 4 പാലങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 104 കോടി രൂപയുടെ 9 പാലങ്ങൾക്ക് ഭരണാനുമതി ലഭിച്ചു. 4 പാലങ്ങളുടെ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി വരികയാണ്. മണ്ഡല പരിധിയിലെ മുഴുവൻ പൊതുമരാമത്ത് റോഡുകളും മെക്കാഡം ചെയ്യുന്നതിന് നടപടിയായി. പട്ടികജാതി പട്ടികവർഗ മേഖലയിലെ വികസനത്തിന് 15 കോടി രൂപയും ഉൾനാടൻ ജലഗതാഗത വകുപ്പിൽ നിന്നും 3.25 കോടിയുടെ വിവിധ പദ്ധതികളും നടപ്പിലാക്കി. കുടിവെള്ളം എത്തിക്കുന്നതിനായി ജലജീവൻ മിഷൻ ഉൾപ്പെടെ 16 പദ്ധതികളിലായി 470 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. കായിക മേഖലയിൽ 65 കോടി രൂപയും തീരദേശ മത്സ്യബന്ധന മേഖലയിൽ 46 കോടി രൂപയും ലഭിച്ചു. വിനോദസഞ്ചാര മേഖലയിൽ 27 കോടി രൂപയും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് 202 കോടി രൂപയും അനുവദിച്ചുവെന്ന് രാജഗോപാലൻ MLA അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കല്യാശ്ശേരി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി M വിജിൻ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം റോഡ് ഷോ സംഘടിപ്പിച്ചു. നരീക്കാംവള്ളിയിൽ നിന്നും PK ശ്രീമതി ടീച്ചർ റോഡ് ഷോ ഉദ്ഘാടനം ചെയ്തു. ജനവിധി തേടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കർമ്മനിരതനായ സാരഥി സഖാവ് M വിജിന് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന്റെ ചിഹ്നമായ കല്യാശ്ശേരി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി M വിജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം റോഡ് ഷോ സംഘടിപ്പിച്ചു. നരീക്കാംവള്ളിയിൽ നിന്നും PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്ത റോഡ് ഷോയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ബൈക്ക് റാലിയുടെയും ബാൻഡ് മേളങ്ങളുടെയും അകമ്പടിയോടുകൂടിയായിരുന്നു റോഡ് ഷോ നടന്നത്. സ്ഥാനാർത്ഥി M വിജിനെ തുറന്ന വാഹനത്തിൽ സ്വീകരിച്ചു. ചന്തപുര, തുമ്പോട്ട മെഡിക്കൽ കോളേജ്, ശ്രീസ്ത, കൊട്ടില തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. LDF സ്ഥാനാർത്ഥി VPP മുസ്തഫ തൃക്കരിപ്പൂരിൽ റോഡ് ഷോ നടത്തി. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമാപന പൊതുയോഗത്തിൽ ജോൺ പ്രകാശ് MP മുഖ്യാതിഥിയായിരുന്നു. സ്ഥാനാർത്ഥിയെ വരവേറ്റ് നിരവധി വനിതാ പ്രവർത്തകർ അണിനിരുന്ന റോഡ് ഷോ 100 കണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടെയാണ് തൃക്കരിപ്പൂരിൽ എത്തിയത്. Yeah!
സമാപന പൊതുസമ്മേളനത്തിൽ മുഖ്യാതിഥിയായിരുന്ന ജോൺ ബ്രിട്ടാസ് MP വർഗീയതയെ ചെറുക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞു. LDF സർക്കാരിനെതിരെ നുണപ്രചരണവുമായാണ് UDF തെരഞ്ഞെടുപ്പ് കളത്തിലുള്ളത്. അത് തിരിച്ചറിയാനുള്ള കഴിവ് കേരള ജനതയ്ക്കുണ്ടെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഉത്തരാഖണ്ഡിലുള്ള ഒരു സംസ്ഥാനത്ത്, ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ താഴ്വരയിലുള്ളൊരു സംസ്ഥാനമാണ്. അവിടെ കോട്ട്ദ്വാർ എന്നുള്ള ഒരു കൊച്ചു പട്ടണമാണ്. അവിടെ ഒറ്റമൂടി പീഡിക, ഒരു തുണിക്കച്ചവടം നടത്തുന്ന പാർക്കിൻസൺസ് രോഗത്തിന്റെ അടിമയായ ഒരു വന്ധ്യവയോധികനായ ഒരു മുസ്ലിം കച്ചവടക്കാരൻ. RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. E ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ, AB ഇബ്രാഹിം അനുസ്മരണ പ്രഭാഷണം നടത്തി. LDF സ്ഥാനാർത്ഥി VPP മുസ്തഫ, M രാജഗോപാലൻ MLA, P ജനാർദ്ദനൻ, സാബു എബ്രഹാം, VV കൃഷ്ണൻ, കരീം ചന്ദേര, AG ബഷീർ, P വിജയകുമാർ, TV കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പാഠപുസ്തകങ്ങൾ ബാഗിലാക്കി വെച്ച് അവധിക്കാലം ആഘോഷിക്കാൻ പുഴയോരത്തിറങ്ങിയ ഒരു കൂട്ടം കുട്ടികൾ പയ്യന്നൂർ കാര വഴി പോകുന്നവർക്ക് ഇപ്പോൾ ഒരു പുത്തൻ കാഴ്ചയാവുകയാണ്. ചിരിയും കളിയും കുസൃതികളും നിറഞ്ഞ അവധിക്കാലത്തെ ഒരു കൊച്ചു ബിസിനസ് പാഠമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ കുട്ടിക്കൂട്ടം. കാര പുഴയോരത്ത് ഇവർ തുടങ്ങിയ കൊച്ചുകടയുടെ പേരും പുഴയോരമെന്നാണ്. കേരളത്തിലിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടാണ്. പോരാത്തതിന് നല്ല ചൂടും വെയിലും ഒക്കെ കാരണം ഭയങ്കരമായി ക്ഷീണിച്ചു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കാര പാലത്തിലിറങ്ങിയത്. ഈ പാലത്തിലാകട്ടെ ഒരു കൗതുക കാഴ്ച കണ്ടു. ഒന്ന് ദാഹമകറ്റാമെന്ന് കരുതിയാണ് ഇവിടെ ഇറങ്ങിയത്. ഇവിടെ എത്തിയപ്പോൾ ഒരു കട കണ്ടു. അപ്പൊ ആ കട നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരണമെന്ന് കരുതി. വാ, കടയിലേക്ക് പോവാം. അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ ആ കട, കുട്ടി സംരംഭകരുടെ കുട്ടിക്കട. ഇപ്പോ വേനൽ അവധി കളറാക്കുകയാണ് നമ്മുടെ ഈ കുട്ടികൾ. പേരെന്താ? ദക്ഷക്, ഋതിൻ. ആരാ ഈ ഒരു ഐഡിയ കൊണ്ടുവന്നതാരാ? എല്ലാരും. എങ്ങനെ കച്ചവടമൊക്കെ ഉണ്ടോ? ആദ്യത്തെ ദിവസം 3200 രൂപ കിട്ടി. ഓക്കെ, ആരാ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാരാ? നമ്മളെ കൗൺസിലർ വൈശാട്ടൻ. എല്ലാരും ഒരു ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണോ? 10ലുണ്ട്, 9ലുണ്ട്, 8ലുണ്ട്. ഇന്നലെ ഞാൻ ഈ വഴി വന്നപ്പോ കട അടച്ചത് കണ്ടല്ലോ, അതെന്തുണ്ടാ? ഇന്നലെ നമ്മളെ കുറെ ആള് ബാൻഡ് വാങ്ങാൻ പോരുന്നേ കോഴിക്കോട്. അതുകൊണ്ട് കട അടച്ചു. എല്ലാ ദിവസവും കട തുറക്കോ? എല്ലാ ദിവസവും തുറക്കും. എപ്പോഴാ രാവിലെ ഓപ്പൺ ആക്കല്? രാവിലെ ഒരു 10 മണി. ഓക്കെ, വേനൽ അവധിക്കാലം കളറാക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ ഈ ഒരു കട തുടങ്ങിയത്. അത് ഒരു സംരംഭകരായി ഇവർ വളർന്നു വരുന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. എങ്ങനെ പോകുന്ന ഈ കച്ചവടമൊക്കെ? കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ആൾക്കാർ നിർത്തി സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ടോ? ഇവിടെ മോരും വെള്ളം, ബത്തക്ക വെള്ളം, കുലുക്കി, അവിൽ മിൽക്ക് തുടങ്ങി ഈ ഒരു ചൂടിനെ ശമിപ്പിക്കാൻ ഒരുപാട് ഐറ്റംസും ഇവിടെയുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങൾ എന്താ ചെയ്യാറ്? എല്ലാവരും വിരിച്ചെടുക്കും. വിഷുവിന് പടക്കമൊക്കെ വാങ്ങാൻ വേണ്ടിയാണോ? അപ്പൊ ഈ സാധനങ്ങൾ എങ്ങനെയാ വാങ്ങുക, ഈ ബത്തക്കൊക്കെ? നമ്മ ഈടില് കുറച്ച് പൈസ എടുത്തിട്ട് ഫാൻസ് പോയിട്ട് വാങ്ങിയതാണ് സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ ബാക്കി പൈസ നിങ്ങൾ പിരിച്ചെടുക്കുകയും ഈ ഒരു പൈസ കൊണ്ട് സാധനം വാങ്ങുകയും ചെയ്യും അല്ലേ? നമ്മ ഈ വെക്കേഷൻ ഈ സ്കൂൾ തുറക്കൂലോ, അന്നേരം വീതിക്കാന്നുള്ള പ്ലാനിൽ. സ്കൂള് തുറക്കുമ്പോഴേക്ക് ഈ പൈസ വീതിച്ചെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ കുട്ടികൾ. അപ്പോൾ നമ്മുടെ ജെൻസി കുട്ടികൾ ഫോണിൽ മാത്രമല്ല ഇതുപോലുള്ള കാര്യങ്ങളിലും അവർ മിടുക്കരാണെന്ന് തെളിയിക്കുകയാണ്. അപ്പോൾ ഈ പൊരിയുന്ന വെയിലിൽ ഇവിടെ എത്തുമ്പോൾ ഒരു ആശ്വാസം തന്നെയാണ്. ഈ കുട്ടികളുടെ കടയുടെ പേര് പുഴയോരം എന്നാണ്. അപ്പോൾ കാര വഴി പോകുന്നവർ ഇടയ്ക്കൊന്ന് ഇവിടെയും കയറാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടി സംരംഭകരെയും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ നമ്മുടെ കുട്ടിക്കൂട്ടം അടിപൊളിയല്ലേ? വീഡിയോ ജേർണലിസ്റ്റ് അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ LDF സ്ഥാനാർത്ഥി M വിജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഓട്ടോ റാലി സംഘടിപ്പിച്ചു. പിലാത്തറയിൽ CITU മാടായി ഏരിയ പ്രസിഡന്റ് IV ശിവരാമൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. കന്യാകുമാരി
യൂണിയൻ CITU മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ LDF സ്ഥാനാർത്ഥി M. വിജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഓട്ടോ റാലി സംഘടിപ്പിച്ചു. പിലാത്തറയിൽ നടന്ന പരിപാടി CITU മാടായി ഏരിയ പ്രസിഡന്റ് IV ശിവരാമൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അർദ്ധസംഘക്കിടവില്ലാതെ പ്രഖ്യാപിക്കുന്നത് LDF കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് 100-ലധികം സീറ്റുകൾ കരസ്ഥമാക്കി. M. അനിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി മഹേന്ദ്രൻ പിലാത്തറ സ്വാഗതം പറഞ്ഞു. പിലാത്തറയിൽ നിന്നും ആരംഭിച്ച ഓട്ടോ റാലി കോക്കാട് ആണ്ടാംകോവൽ 7 അറത്തിലമ്പലം വഴി തിരിച്ച് പിലാത്തറ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കഴിഞ്ഞ അരനൂറ്റാണ്ടായി അടയ്ക്ക പൊളിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പുത്തൂരിലെ ഒലക്കോടൻ ഗോപി. യന്ത്രങ്ങളുടെ കടന്നുവരവ് തങ്ങളുടെ ജോലിയിൽ ഇടിവുണ്ടാക്കിയിട്ടുണ്ടെന്നും ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടായി അടയ്ക്ക ഉരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പുത്തൂരിലെ ഒലക്കോടൻ ഗോപി. 14ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഈ ജോലി. ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്കുള്ള യാത്രകളായിരുന്നു നാളിതുവരെയും. അടയ്ക്കയുടെ വില താഴ്ന്നു നിൽക്കുന്ന കാലത്തു പോലും നല്ല തിരക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ യന്ത്രങ്ങളുടെ കടന്നുവരവ് തങ്ങളുടെ ജോലിയിൽ ഇടിവുണ്ടാക്കിയിട്ടുണ്ടെന്നും ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഇപ്പം ഞാൻ ഈ പണിക്കുകയാണ്. എന്നാലും മിഷൻ എല്ലാവർക്കും മിഷൻ വന്നിട്ടുണ്ട്. എന്നാലും പണി മോശമല്ല, അതുപോലെ പോകുന്നുണ്ട്. കാലത്തിന്റെ അനിവാര്യമായ മാറ്റത്തിൽ ഇതിനും മാറാതെ വയ്യ. ഇത്രയും കാലത്തെ ജോലി ചെയ്തിട്ട് രോഗങ്ങൾ കൂടെ വന്നതാണ് ദുര്യോഗം. പൊടിപടലങ്ങൾ നിറഞ്ഞതാണ് അടയ്ക്ക ഉരിക്കൽ ജോലി. മൂക്ക് എത്ര അടച്ചു കെട്ടിയാലും പൊടി ഉള്ളിൽ ചെല്ലും. അടയ്ക്ക കത്തിയും മുഖവും തമ്മിലുള്ള ദൂരം ചെറുതായതാണ് കാരണം. കുനിഞ്ഞിരുന്നു ജോലിയെടുക്കുന്നതും പലതരം അസുഖങ്ങൾക്കിടയാക്കുന്നു. ഓരോരുത്തർ ഓരോ ജോലി കണ്ടെത്തുമ്പോൾ താൻ തിരഞ്ഞെടുത്ത ഈ തൊഴിലിൽ സംതൃപ്തനാണ് ഗോപി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വോട്ട് ചെയ്യാൻ അന്യസംസ്ഥാന തൊഴിലാളികൾ നാട്ടിലേക്ക് പോയതോടെ ചെങ്കൽ മേഖല ഏതാണ്ട് സ്തംഭനാവസ്ഥയിലായി. ഇതോടെ നിർമ്മാണ മേഖലയും ഡ്രൈവർമാരും കച്ചവടക്കാരും ഒരുപോലെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വോട്ട് ചെയ്യാനായി അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് പോയതോടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ചെങ്കൽ മേഖല ഏതാണ്ട് സ്തംഭനാവസ്ഥയിലായി. ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് 95% ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവരാണ്. കൂടുതലും ആസാമിലും ബംഗാളിലും നിന്നുള്ളവരാണ്. ഡ്രൈവർമാർ മാത്രമാണ് നാട്ടിൽ നിന്നുള്ളത്. ഇവർ പോയതോടെ നിർമ്മാണ മേഖലയും ഡ്രൈവർമാരെയും കച്ചവടക്കാരെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. ഇവരെ കൂടാതെ ലോട്ടറി തൊഴിലാളികളെ അടക്കം അന്യസംസ്ഥാന തൊഴിലാളികളുടെ മടങ്ങിപ്പോക്ക് ബാധിച്ചിട്ടുണ്ട്. സാധാരണക്കാരനായ ആളുകളെല്ലാം വീട് കെട്ടി പകുതിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി പൂർത്തീകരിക്കാൻ ഈ 9-ാം തീയതി കഴിഞ്ഞാലും പെട്ടെന്ന് നാട്ടിലേക്ക് വരില്ല എന്നില്ല എന്ന് പറയുന്നത് അത് വലിയ പ്രയാസം തന്നെയാണ്. അപ്പോൾ അവരില്ലെങ്കിൽ ഒന്നും നടക്കൂല എന്നുള്ള ഒരു രൂപത്തിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അത് വലിയ പ്രയാസമാണ്. തട്ടുന്നവരായാലും മുറിക്കുന്നവരായാലും മൊത്തം എല്ലാവരും ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന് എടുക്കുന്ന ആൾക്കാരാണ്. അത് വലിയൊരു സ്തംഭനത്തിൽ ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. വീട് നിർമ്മാണവും സ്തംഭിച്ച മട്ടാണ്. 10,000-ലധികം അന്യസംസ്ഥാന തൊഴിലാളികളാണ് 2 ജില്ലകളിലെ ചെങ്കൽപ്പണകളിലുമായി ജോലി ചെയ്തിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വിദ്വാൻ A.K. കൃഷ്ണൻ മാസ്റ്ററുടെ സ്മരണയിലുള്ള ഈ വർഷത്തെ AKP അവാർഡ് പ്രശസ്ത നോവലിസ്റ്റും കഥാകൃത്തും തിരക്കഥാകൃത്തും സംവിധായകനും നടനുമായ രഘുനാഥ് പലേരിക്ക് സമ്മാനിക്കും. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. സ്വാതന്ത്ര്യസമര സേനാനിയും ബഹുഭാഷാ പണ്ഡിതനുമായിരുന്ന വിദ്വാൻ A.K. കൃഷ്ണൻ മാസ്റ്ററുടെ സ്മരണയിലുള്ള ഈ വർഷത്തെ AKP അവാർഡ് പ്രശസ്ത നോവലിസ്റ്റും കഥാകൃത്തും തിരക്കഥാകൃത്തും ബാലസാഹിത്യകാരനും സംവിധായകനും നടനുമായ രഘുനാഥ് പലേരിക്ക് സമ്മാനിക്കുവാൻ വിദ്വാൻ A.K. കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതി തീരുമാനിച്ചതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. കൃഷ്ണൻ മാസ്റ്ററുടെ ചരമദിനമായ ഏപ്രിൽ 18-ന് തായ്നേരിയിലെ കൃഷ്ണസദനത്തിൽ വെച്ച് സമിതി ചെയർമാൻ സദനൻ നാരായണൻ അവാർഡ് സമ്മാനിക്കും. സമിതിയുടെ 20ാം വാർഷികത്തിന്റെ ഭാഗമായി ലൈബ്രറിയൻ K. പത്മിനിക്ക് വേണ്ടി സമിതി നിർമ്മിച്ചു കൊടുക്കുന്ന വീടിന്റെ താക്കോൽ ദാനവും പ്രസ്തുത സന്ദർഭത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സദനം നാരായണൻ, P. ജഗദീശൻ, P.N. ബാലകൃഷ്ണൻ, ഭാസ്കരൻ പണിക്കർ, P.P. സുനിൽകുമാർ, K.P. വിജയകൃഷ്ണൻ, A.K. രാമകൃഷ്ണൻ, P. പത്മനാഭൻ, V. നാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരുമ്പ GMUP സ്കൂളിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ്മാസ്റ്റർ CM വിനയചന്ദ്രനുള്ള യാത്രയയപ്പും പുസ്തക പ്രകാശനവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു.
എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. പെരുമ്പ GM UP സ്കൂളിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹെഡ്മാസ്റ്റർ CM വിനയചന്ദ്രനുള്ള യാത്രയയപ്പും പുസ്തക പ്രകാശനവും സവിനയം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് പരിപാടിയുടെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. CM വിനയചന്ദ്രൻ മാസ്റ്ററുടെ ഏറ്റവും പുതിയ കവിതാ സമാഹാരം ഒരു വാക്യം വഴികാട്ടുന്നു ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P. ശ്യാമള പുസ്തകം ഏറ്റുവാങ്ങി. സംഘാടക സമിതി ചെയർമാൻ VKP ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു. PTA, MPTA, സ്റ്റാഫ് കൗൺസിൽ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ, കുട്ടികൾ എന്നിവരുടെ ഉപഹാരങ്ങൾ ചടങ്ങിൽ വെച്ച് CM വിനയചന്ദ്രൻ മാസ്റ്റർക്ക് കൈമാറി. V. പ്രമോദ് മാസ്റ്റർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ കൗൺസിലർമാരായ KV മനോജ് കുമാർ, NV രാജൻ, K. സവിത, മദർ PTA പ്രസിഡന്റ് സജിത കലേഷ്, SMC ചെയർമാൻ VT രഞ്ജിത്ത്, K. ദീപേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ IMAയും തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ്ബും ചേർന്ന് ലോകാരോഗ്യ ദിനം ആചരിച്ചു. വ്യായാമത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി ജനങ്ങളെ ബോധവത്കരിക്കുന്നതിനായി പയ്യന്നൂർ മുതൽ തൃക്കരിപ്പൂർ വരെ സൈക്ലോത്തോൺ സംഘടിപ്പിച്ചു. പയ്യന്നൂർ IMAയും തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ്ബും ചേർന്ന് ലോകാരോഗ്യ ദിനം ആചരിച്ചു. നല്ല ആരോഗ്യശീലങ്ങളെക്കുറിച്ചും മികച്ച ആരോഗ്യത്തിന് കൃത്യമായി വ്യായാമത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി പയ്യന്നൂർ മുതൽ തൃക്കരിപ്പൂർ വരെ സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. പയ്യന്നൂർ അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ രാജേഷ് CP സൈക്ലത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. IMA പയ്യന്നൂർ പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത് കുമാർ T അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അബ്ദുൾ ജലീൽ, ഡോക്ടർ ഹരിദാസ് M, ഡോക്ടർ KV ബാബു, ഡോക്ടർ പുഷ്പാങ്കദൻ P, TMC ഇബ്രാഹിം, ഡോക്ടർ ജയകൃഷ്ണൻ, പയ്യന്നൂർ IMA സെക്രട്ടറി ഡോക്ടർ പ്രസിൻ പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അടുത്ത കാലത്ത് പ്രചാരം നേടിയ ഒരിനം ചേമ്പാണ് ചീരച്ചേമ്പ്. അലങ്കാരത്തിനും ഭക്ഷണത്തിനും ഔഷധത്തിനുമായാണ് ഈ സസ്യം ഉപയോഗിക്കുന്നത്. അടുത്ത കാലത്ത് പ്രചാരം നേടിയ ഒരിനം ചേമ്പാണ് ചീരച്ചേമ്പ്. പാടത്തും പറമ്പിലും കണ്ടുവരുന്ന താളുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് ചീരച്ചേമ്പ്. അലങ്കാരത്തിനും ഭക്ഷണത്തിനും ഔഷധത്തിനുമായി ഇത് ഉപയോഗിക്കുന്നു. കിഴങ്ങില്ലാത്തതാണിത്. ചേമ്പിന്റെ ഇലകളും തണ്ടും ഭക്ഷ്യയോഗ്യമാണ്. ഇവയുടെ പുറത്തെ പാട പോലെയുള്ള ഭാഗം നീക്കം ചെയ്ത ശേഷമാണ് ഉപയോഗിക്കേണ്ടത്. കട്ട്ലറ്റ്, കൂട്ടുകറി, വറവ് എന്നിവയെല്ലാം തയ്യാറാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ചൊറിച്ചിൽ ഇല്ല എന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. പോഷക ഗുണങ്ങളിൽ സമൃദ്ധവുമാണ്. വിറ്റാമിനുകളായ A, B, C, ഫോസ്ഫറസ്, കാൽസ്യം, അയൺ, പൊട്ടാസ്യം തുടങ്ങിയ നിരവധി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ പലതരം താളുകളുണ്ട്. അതിൽ പലതും നമ്മുടെ നാട്ടിൽ പരിചയപ്പെടുന്നതാണ്. ഇത് അപൂർവമായി കാണാൻ പറ്റുകയുള്ളൂ. ഈ താള് ആരോഗ്യത്തിന് വളരെ മെച്ചപ്പെട്ടതാണ്. ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തടിയിലും ഇലയിലും ഈയം പൂശിയ മാതിരി, നമ്മൾ ചെമ്പ് പാത്രത്തിന് ഈയം പൂശിയ മാതിരിയാണ് ഉണ്ടാവല്. ഇത് ചൊറിയാത്തൊരു താള് വർഗ്ഗമാണ്. അതുകൊണ്ട് ആൾക്കാർ ഇതിനെ ഇഷ്ടപ്പെടുന്നു. ഇത് നമ്മുടെ ഭക്ഷ്യവസ്തുവിലെ ഒരു പ്രധാന ഇതായിട്ട് ഉപയോഗിക്കുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചീരച്ചേമ്പ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മനുഷ്യന്റെ തെറ്റായ ഇടപെടലിന്റെ ഫലമായി നമ്മുടെ നാട്ടിൽ വ്യാപകമാവുകയും ഭീഷണിയായി തീരുകയും ചെയ്തൊരു മരമാണ് അക്വേഷ്യ. 1980കളിൽ ലോകബാങ്കിന്റെ സഹായത്തോടെയാണ് അക്വേഷ്യ വ്യാപകമായി വെച്ചുപിടിപ്പിച്ചത്. ഇന്നത് മുറിച്ചു മാറ്റിയാൽ പോലും പോകാത്ത ദുരന്തമായി പടർന്നു കഴിഞ്ഞു. മനുഷ്യന്റെ തെറ്റായ ഇടപെടലിന്റെ ഫലമായി നമ്മുടെ നാട്ടിൽ വ്യാപകമാകുകയും ഭീഷണിയായി തീരുകയും ചെയ്ത ഒരു മരമാണ് അക്കേഷ്യ. 1980കളിൽ ലോകബാങ്കിന്റെ സഹായത്തോടെ സാമൂഹ്യ വനവൽക്കരണത്തിന്റെ ഭാഗമായാണ് അക്കേഷ്യ വ്യാപകമായി വെച്ചുപിടിപ്പിച്ചത്. ഇന്നത് മുറിച്ചു മാറ്റിയാലും പോകാത്ത ദുരന്തമായി പടർന്നു കഴിഞ്ഞു. പാടങ്ങളിൽ പോലും ഇത് വ്യാപകമായിരിക്കുന്നത് ആശങ്ക പടർത്തുകയാണ്. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന അധിനിവേശ സസ്യമാണിത്. മൈമോസിയ കുടുംബത്തിൽപ്പെട്ട അക്കേഷ്യ പൂക്കുന്ന സമയത്ത് ആസ്മ പോലുള്ള രോഗങ്ങൾ വർദ്ധിക്കാൻ ഇടയാകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ജലം വലിയ തോതിൽ വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ പരിസരത്ത് വരൾച്ച ഉണ്ടാക്കാനും അക്കേഷ്യ കാരണമാകുന്നു. ഇലയുടെ ഉപരിഭാഗത്ത് പ്ലാസ്റ്റിക് പോലുള്ള ആവരണമുണ്ട്. അതിനാൽ ഇലകൾ അഴുകി മണ്ണിൽ ചേരുകയില്ല. ഇതുകൊണ്ട് തന്നെ ചെറു സസ്യജീവജാലങ്ങളെ ഇതില്ലായ്മ ചെയ്യുന്നു. ഇലകൾ ഉണങ്ങിക്കിടക്കുന്നതിനാൽ തീപിടുത്തത്തിനും ഇവ ഇടയാക്കുന്നു. ഈ അക്കേഷ്യ എന്നുള്ള സസ്യം ഒരു കാലത്ത് നമ്മൾ വളരെ പ്രത്യേകതയുണ്ട് എന്നുള്ള നിലയിൽ കൊണ്ടുവന്നതാണ്. പക്ഷെ ഇപ്പോൾ അത്
വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഉള്ളത്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അക്കേഷ്യ മരം വളരുന്ന പ്രദേശത്ത് ഒരു പച്ച പുല്ല് പോലും വളരാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം. മറ്റൊന്ന്, ഇതിൻ്റെ ഈ അക്കേഷ്യ പൂക്കുന്ന സന്ദർഭത്തിൽ ഈ ആസ്മ രോഗികൾക്കൊക്കെ വളരെ വളരെ ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് എന്നുള്ള ആൾക്ക് തന്നെ ഒരു തവണ ഈ അക്കേഷ്യ മരത്തിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനൊരു ശ്രമത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പുതുക്കി നിർമ്മിച്ച കുളപ്പുറം CSI സെന്റ് മേരീസ് പള്ളിയുടെ പുനഃപ്രതിഷ്ഠാ കർമ്മം ഏപ്രിൽ 10 രാവിലെ CSI മലബാർ മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുതുക്കി നിർമ്മിച്ച കുളപ്പുറം CSI സെന്റ് മേരീസ് പള്ളിയുടെ പുനഃപ്രതിഷ്ഠാ കർമ്മം ഏപ്രിൽ 10 രാവിലെ 9 മണിക്ക് CSI മലബാർ മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ബിഷപ്പ് ഉദ്ഘാടനം ചെയ്യും. ഇടവക വികാരി റവറൽ ഫാദർ റഷിൻ റിനോൾഡ് അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ മുൻ MLA TV രാജേഷ് മുഖ്യാതിഥിയാകും. ഉച്ചയ്ക്ക് 12:30 സ്നേഹവിരുന്ന് നടക്കും. വൈകുന്നേരം 6 മുതൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റവറൽ ഫാദർ റഷിൻ റിനോൾഡ്, റിഞ്ചു എബനേസർ, K സനീഷ് മോൻ, ഇമ്മാനുവൽ, പ്രേംരാജ്, ജോസഫ് സാമുവൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 2025-26 സാമ്പത്തിക വർഷം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് പയ്യന്നൂർ LIC ബ്രാഞ്ച്. കോഴിക്കോട് LIC സീനിയർ ഡിവിഷണൽ മാനേജർ KK സുജിത് ബ്രാഞ്ചിലെത്തി ജീവനക്കാരെ അഭിനന്ദിച്ചു. 2025-26 സാമ്പത്തിക വർഷം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പയ്യന്നൂർ LIC ബ്രാഞ്ചിന് കോഴിക്കോട് LIC സീനിയർ ഡിവിഷൻ മാനേജർ KK സുജിത്ത് ബ്രാഞ്ചിലെത്തി അഭിനന്ദിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം എല്ലാ മേഖലകളിലും മികച്ച വളർച്ചാ നിരക്കോടെ ലക്ഷ്യം പൂർത്തീകരിച്ച് ഡിവിഷനിലെ 2ാമത്തെ ബ്രാഞ്ചാക്കാൻ പയ്യന്നൂരിന് സാധിച്ചു. ബ്രാഞ്ചിനു വേണ്ടി സീനിയർ ബ്രാഞ്ച് മാനേജർ AV വേണുഗോപാൽ ആദരവ് ഏറ്റുവാങ്ങി. മാർക്കറ്റിംഗ് മാനേജർ T ബിജു, മാനേജർ സെയിൽസ് പ്രമോദ് കുമാർ P, രാമകൃഷ്ണൻ B, ചെറുപുഴ മാനേജർ ശശികുമാർ തുടങ്ങിയവരും ബ്രാഞ്ചിലെ മുൻനിര ഏജന്റുമാരും സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.